ലോക്സഭയിൽ വനിതാ സംവരണ ബിൽ പാസാക്കുന്നതിൽ പ്രതിപക്ഷം എതിർത്ത നടപടിയിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. കോഴിക്കോട് നോർത്ത് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച വനിതാ ബില്ല് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലായിരുന്നു. 33% സംവരണം സ്ത്രീകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബില്ല്. ഈ ബില്ലിനെ പരാജയപ്പെടുത്തുക എന്നത് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ലക്ഷ്യമായിട്ടാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടി നമ്മൾ രാജ്യവ്യാപകമായി നടത്തുന്നുണ്ട്. നമ്മൾ വടകരയും അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. 25-ാം തീയതി ഈ വരുന്ന 25-ാം തീയതി വടകര വെച്ചിട്ട് നമ്മൾ ആ പ്രതിഷേധ പരിപാടി പ്ലാൻ ചെയ്യാണ്. നമ്മളെ പ്രദേശത്തുള്ള മുഴുവൻ മഹിളകളെയും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും നമ്മൾ നേരിൽ കാണും, സംസാരിക്കും. കാരണം വനിതകൾക്ക് കിട്ടേണ്ട കുറെ അവകാശങ്ങളാണ് ഈ ബില്ലിനെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഓരോ വനിതകളോടും നമ്മൾ ഓരോരുത്തരായിട്ട് തന്നെ സംസാരിക്കും. എന്നിട്ട് ഈ പ്രതിഷേധ പരിപാടികളിലേക്ക് എല്ലാ വനിതകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രതിഷേധം എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇനിയും ഒരുപാട് പേരെ കാണാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പാർട്ടിയിലുള്ള ആൾക്കാർ എന്നുള്ളതല്ല, അതിന് പുറമെ നമ്മളെ പ്രധാനപ്പെട്ട പല വനിതകളെയും നമുക്ക് കാണാനുണ്ട്. അവരോടൊക്കെ കൂടെയും നമ്മൾ കാണണം, സംസാരിക്കണം. എന്നിട്ട് ഏത് തരത്തിൽ ഈ പ്രതിഷേധത്തെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മളൊന്നും കൂടെ ആലോചിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. വനിതകൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിലൊക്കെ കാണുന്നത് കുടുംബത്തിൽ നിന്ന് മാത്രം ഉള്ള പെണ്ണുങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഈ വനിതകൾക്ക്. കാരണം അച്ഛൻ നേതാവായത് കൊണ്ട് മകള് നേതാവാകുക, അല്ലെങ്കിൽ അമ്മ നേതാവായത് കൊണ്ട് മകള് നേതാവാകുക എന്നുള്ളൊരു കുടുംബ രാഷ്ട്രീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ സ്ത്രീകൾക്ക്, സാധാരണ പൊതുപ്രവർത്തനത്തെ, നമ്മളെ മലബാർ മേഖലകളിലൊക്കെ ഉള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാല് പൊതുപ്രവർത്തനമായിട്ട് നല്ല കണക്ഷനുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെ പോലെയുള്ള, എന്നെ പോലെയുള്ള, അല്ലെങ്കിൽ ശോഭേച്ചിനെ പോലെയുള്ള നമ്മളൊക്കെയുള്ള എല്ലാവർക്കും പൊതുരംഗത്തേക്ക് ഇറങ്ങാനും മത്സരിക്കാനും എല്ലാം ഉള്ള ഒരു അവസരമായിരുന്നു ഇതിനെ കൊണ്ട് വരാൻ പോകുന്നത്. ആ ഒരു അവസരമാണ് ഇവര് നിഷേധിച്ചിട്ടുള്ളത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.